വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയതിന് പിന്നാലെ മുനമ്പം സമരത്തിന്റെ ഭാഗമായി 50 പേർ ബിജെപിയിൽ ചേർന്നു. മുനമ്പത്തെത്തിയ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും നേതാക്കളും ചേർന്ന് അംഗത്വം നൽകി സ്വീകരിച്ചു. റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് വരെ സമരം തുടരുമെന്ന് സമരക്കാർ പറഞ്ഞു. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അമൽ, ഈ സമരസമിതിയുടെ ആവശ്യങ്ങൾ ബിജെപി കേന്ദ്ര സർക്കാർ അവർക്ക് ഒപ്പം നിൽക്കുന്നു എന്നതിന്റെ നന്ദി സൂചകമായാണോ ബിജെപിയിലേക്കുള്ള ഈ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ആളുകളിൽ ഒരു വിഭാഗം അങ്ങോട്ടേക്ക് പോകുന്നത്? രാജീവ് ചന്ദ്രശേഖറിന്റെ സമരപ്പന്തലിലേക്കുള്ള വരവ് എന്ത് ഫലമാണ് ഉണ്ടാക്കിയത്? ജി.കെ, ഏതായാലും ഈ ഒരു സമരം തുടങ്ങുന്ന ഒരു സമയത്ത് ഈ ബി.ജെ.പിയുമായിട്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ഒരു അകലം പാലിക്കുന്ന, സമദൂര അകലം പാലിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു മുനമ്പത്തെ സമരപ്പന്തലിൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ ആ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബി.ജെ.പിയും ബി.ജെ.പി പ്രവർത്തകരും, പ്രത്യേകിച്ചും സംസ്ഥാനത്തെയും കേന്ദ്ര നേതൃത്വവും എല്ലാം മുനമ്പത്തെ സമരത്തെ രാഷ്ട്രീയമായി തന്നെ എടുത്തിരിക്കുകയാണ്. മുനമ്പത്തെ സമരവുമായി അവർ ചേർന്ന് നിൽക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ രാജ്യസഭയിൽ ബില്ല് പാസ്സായതിനെ തുടർന്ന് ഇന്ന് സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ പ്രസിഡന്റ് തന്നെ ബി.ജെ.പി പ്രവർത്തകർക്കൊപ്പം വലിയൊരു റാലിയായിട്ട് മുനമ്പത്തെ സമരപ്പന്തലിലേക്ക് എത്തിയത് നമുക്കറിയാവുന്നതാണ്. മുനമ്പത്തെ സമരപ്പന്തലിലേക്ക് ആളുകൾ ഐക്യദാർഢ്യവുമായിട്ട് നേരത്തെ എത്തിയിരുന്നത്. അവർ സ്വമേധയാ ഈ സമരപ്പന്തലിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ സമരപ്പന്തലിൽ നിന്ന് 100 മീറ്റർ അകലെ മാറി നിന്നുകൊണ്ട് സമരത്തിനുണ്ടായിരുന്ന അല്ലെങ്കിൽ സമരക്കാരായിട്ടുള്ള ആളുകളെല്ലാം ബി.ജെ.പിയുടെ നേതാക്കളെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ബി.ജെ.പി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു. പ്രത്യേകിച്ചും വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയെടുത്തത് ബി.ജെ.പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമായി തന്നെ സമരക്കാർ കാണുന്നു. ഇതിന്റെ ഭാഗമായിട്ട് മറ്റ് രാഷ്ട്രീയ മുന്നണികളോട്, പ്രത്യേകിച്ചും LDF, UDF മുന്നണികളോടുള്ള തങ്ങളുടെ പ്രതിഷേധം സമരക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ രണ്ട് മുന്നണികളുടെയും കോലം ഇന്ന് കടലിൽ താഴ്ത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. അതിന്റെ ഭാഗമായാണ് 50 പേർ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ന്യൂനപക്ഷമായിട്ടുള്ള 50 പേർ, ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള 50 പേർ ബി.ജെ.പിയുടെ അംഗത്വം എടുത്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഈ സമരപ്പന്തലിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നത്. രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇവരെല്ലാം ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന കാഴ്ചയും ഉണ്ടായി. അതിനെ തുടർന്നാണ് ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ ചർച്ച പോലെ ഈ ഒരു സമരപ്പന്തൽ മാറുന്ന കാഴ്ച കണ്ടത്. ഇതേ തുടർന്ന് സമരത്തിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ട് തങ്ങളുടെ നന്ദി അറിയിക്കണമെന്നൊരു ആവശ്യം രാജീവ് ചന്ദ്രശേഖറിന്റെ മുൻപാകെ അറിയിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ഈ ഒരു ആവശ്യം താൻ പരിഗണിക്കുന്നതാണ്, ഈ ഒരു ആവശ്യം നടത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നതാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ സമരപ്പന്തലിൽ വെച്ച് തന്നെ ഉറപ്പ് നൽകി. ജി.കെ. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.